ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകാന്തിൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യമൊന്നും അറിയാതെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാനായിട്ട് അച്ചമ്മ രേവതിയെ വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്ത പാടെ ഇത്രയും നാൾ രേവതി തന്നെ വിളിക്കാത്തതിൽ പരിഭവം പറയുന്നുണ്ട് കേട്ടോ അച്ചമ്മ. അച്ചമ്മയെ നിങ്ങളെല്ലാവരും മറന്നു അല്ലേ, ഇപ്പം നിങ്ങളാരും എന്നെ ഒന്ന് വിളിക്കാറ് പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മ പരിഭവിക്കുമ്പോൾ, എന്താ അച്ചമ്മ ഇത്, അങ്ങനെയൊന്നും പറയാതെ, അച്ചമ്മയെ ഞാൻ അങ്ങനെ മറക്കുമോ? ഞാൻ അച്ചമ്മയെ എൻ്റെ സ്വന്തം അമ്മയായി തന്നെയാണ് കണ്ടിട്ടുള്ളത്. വീട്ടിലെ ജോലി തിരക്കിനിടയിൽ ഞാൻ അച്ചമ്മയെ വിളിക്കാൻ മറന്നു പോകുന്നതാണ് അച്ചമ്മയെ. അച്ചമ്മ എന്നോട് ക്ഷമിക്കണം, സോറി എന്നൊക്കെ രേവതി പറയുമ്പോൾ, മോൾ എന്നോട് സോറി ഒന്നും പറയണ്ട, എനിക്ക് മോളുടെ തിരക്കുകളൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എല്ലാത്തിനും ആ ചന്ദ്രയെ പറഞ്ഞാൽ മതിയല്ലോ. എല്ലാ ജോലികളും മോളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കല്ലേ അവള്. മോൾ എന്തിനാ ഇങ്ങനെ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്യുന്നത്? അവിടെ പുതിയൊരു മരുമകൾ കൂടി വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ അച്ചമ്മ പറയുമ്പോൾ ഒന്ന് നടുങ്ങുന്നുണ്ടോട്ടെ രേവതി അത് കേട്ട്. അതെങ്ങനെ അച്ചമ്മ എന്ന് രേവതി ചോദിക്കുമ്പോൾ, മോളെന്താ അങ്ങനെ ചോദിച്ചത്? സുധിയുടെ ഭാര്യ അവിടെയുള്ള കാര്യം എനിക്കറിയാമല്ലോ എന്ന് അച്ചമ്മ പറയുന്നതും, ഓ അതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്ത് കൈവച്ച് പോകുന്നുണ്ട് കേട്ടോ രേവതി. തുടർന്ന് സച്ചിമോനും ഇത് എന്ത് പറ്റി, 2 ദിവസം കൂടുമ്പോൾ അവൻ എന്നെ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാറുള്ളതാ. ഇതിപ്പോൾ കുറച്ച് ദിവസമായി സച്ചിമോനും രവീന്ദ്രനും ഒന്നും എന്നെ വിളിക്കാറില്ല. എല്ലാവർക്കും ഇതെന്ത് പറ്റി എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ, ജോലി തിരക്ക് കാരണം വിട്ടുപോകുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അച്ചമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ രേവതി. തുടർന്ന് മോളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് അച്ചമ്മ ഇപ്പോൾ വിളിച്ചത്. നമ്മുടെ ശ്രീകാന്തിന് വേണ്ടി നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് എന്ന് അച്ചമ്മ പറയുമ്പോൾ, എന്തിനെന്ന് ചോദിക്കുന്ന രേവതിയോട്, എന്തിനെന്നോ, അവൻ്റെ കല്യാണം നടത്തണ്ടേ, നല്ല കുടുംബക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചമ്മ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ രേവതി. പെണ്ണിനെ അച്ഛനെയും അമ്മയെയും കൂട്ടി ഞാൻ ഈ ആഴ്ച തന്നെ വീട്ടിലേക്ക് വരാം എന്നൊക്കെ അച്ചമ്മ പറയുമ്പോൾ, അതൊന്നും വേണ്ട അച്ചമ്മേ, എനിക്കെന്തോ ആ ആലോചന ശരിയാവുമെന്ന് തോന്നുന്നില്ല, കുറച്ച് നാൾ കൂടി കഴിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതി. ഇത് നല്ലൊരു ആലോചനയാണ് മോളെ, വിട്ടുകളയുന്നത് ബുദ്ധിയല്ല എന്നൊക്കെ അച്ചമ്മ വീണ്ടും പറയുമ്പോൾ, വേണ്ട അച്ചമ്മേ, അച്ചമ്മ തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്കണം, ഇപ്പോൾ ആരെയും കൂട്ടി ഇങ്ങോട്ട് വരണ്ടെന്ന് വീണ്ടും രേവതി പറയുമ്പോൾ, മോളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നല്ലൊരു കാര്യത്തിന് നീ ഒരിക്കലും തടസ്സം നിൽക്കാറില്ലല്ലോ, അപ്പോൾ ഇതിലെന്തോ ഒരു കാര്യമുണ്ട്, സത്യം പറ, അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ചമ്മ. അച്ചമ്മയോട് എന്ത് മറുപടി പറയും എന്നറിയാതെ, ഒന്നുമില്ല അച്ചമ്മേ അതെന്ന് രേവതി പറയുമ്പോൾ, അച്ചമ്മയോട് ഒന്നും മറച്ചു വയ്ക്കാമെന്ന് മോള് കരുതണ്ട, കാര്യം എന്ത് തന്നെയായാലും മോൾ അച്ചമ്മയോട് തുറന്നു പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മ വീണ്ടും നിർബന്ധിക്കുമ്പോൾ, ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ശ്രീകാന്തിൻ്റെ വിവാഹം കഴിഞ്ഞതും തുടർന്ന് അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും എല്ലാം, രവീന്ദ്രന് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചമ്മയോട് തുറന്നു പറയുന്നുണ്ട് കേട്ടോ രേവതി. എല്ലാം അറിയുമ്പോൾ അച്ചമ്മ ആകെ നടുങ്ങുന്നുണ്ട്. ഇത്രയും സംഭവങ്ങൾ അവിടെ നടന്നിട്ടും എന്നോട് ഒരു വാക്ക് പോലും ആരും അറിയിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് അച്ചമ്മ. നീ പോലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ മോളെ എന്ന് അച്ചമ്മ പറയുമ്പോൾ, അച്ചമ്മയോട് തൽക്കാലം ഇതൊന്നും അറിയിക്കേണ്ട എന്ന് അച്ഛൻ തന്നെയാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് രേവതി പറയുമ്പോൾ, അവൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതി എൻ്റെ മോൻ്റെ കാര്യങ്ങൾ എനിക്ക് അറിയണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അച്ചമ്മ. ശേഷം അച്ചമ്മയെ കാര്യങ്ങളൊന്നും അറിയിക്കരുതെന്ന് സച്ചേട്ടൻ ഇന്നുകൂടി എന്നോട് പറഞ്ഞതാണ്. ഞാൻ പക്ഷേ അത് ഓർക്കാതെ എല്ലാം അച്ചമ്മയോട് പറഞ്ഞു പോയി. ഇനി എന്തൊക്കെയാവോ ഈശ്വര സംഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷനോടെ നിൽക്കുന്നുണ്ട് കേട്ടോ രേവതി. അങ്ങനെ വിവരങ്ങളെല്ലാം അറിയുന്ന അച്ചമ്മ പിറ്റേന്ന് രാവിലെ തന്നെ വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിവരങ്ങളെല്ലാം അറിയുന്ന അച്ചമ്മ പിറ്റേന്ന് രാവിലെ തന്നെ വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ. വളരെയധികം ദേഷ്യത്തോടു കൂടിയാണ് കേട്ടോ അച്ചമ്മ വീട്ടിലേക്ക് കയറി വരുന്നത്. ഹാളിലിരിക്കുന്ന ചന്ദ്ര അച്ചമ്മയെ കാണുന്നതും, അമ്മ എന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ തൻ്റെ ബാഗെല്ലാം നിലത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രയോട് പറയുന്നുണ്ട്, എന്താടി എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ നിൻ്റെയൊക്കെ അനുവാദം കിട്ടിയിട്ട് വേണോ? എൻ്റെ മകനെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു എന്ന് കരുതി അവൻ്റെ മേലുള്ള എൻ്റെ എല്ലാ അവകാശം തീർന്നെന്നാണോ നീ കരുതിയത്? ഇവിടെ ഇത്രയും സംഭവങ്ങളുണ്ടായിട്ടും രവീന്ദ്രന് നെഞ്ചിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഞാൻ മാത്രം ഒന്നും അറിഞ്ഞില്ല, ഈ കിളവിയെ ഒന്നും അറിയിക്കേണ്ടെന്ന് തീരുമാനിച്ചു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അച്ചമ്മ. തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട്, അത് പിന്നെ രവിയേട്ടൻ അമ്മയോട് പറയേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ, പിന്നെ ഭർത്താവ് പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന പെണ്ണാണല്ലോ നീ, അവന് ഒരു സ്വസ്ഥതയും കൊടുക്കാതെ അവസാനം അവന് നെഞ്ചുവേദന വന്നപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? നിന്നെയൊക്കെ തേടി പിടിച്ച് അവന് കെട്ടിച്ചു കൊടുത്ത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചന്ദ്രയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ അച്ചമ്മ. ഇതേ സമയം അവിടേക്ക് വരുന്ന ശ്രീകാന്ത്, അച്ചമ്മ ഇതെപ്പോൾ ഒന്ന് വാ അച്ചമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങും.
തുടങ്ങുമ്പോൾ പോടാ അവിടുന്ന്, ഇപ്പോഴാണോ നിനക്ക് അച്ചമ്മയെ ഓർമ്മ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ നേരെയും അച്ചമ്മ ദേഷ്യപ്പെടുന്നുണ്ട്. ശ്രീകാന്ത് ആണെങ്കിൽ എന്താണ് കാര്യം എന്ന് മനസ്സിലാവാതെ അച്ചമ്മയോട് ചോദിക്കുമ്പോൾ എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എൻ്റെ മോനെ നീ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തിയില്ലേ? ഒരു പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടുന്നത് വലിയ കാര്യമാണെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? മക്കളെ വളർത്തുന്നവർക്ക് എന്താ അവരുടെ കല്യാണം നടത്തി കൊടുക്കാനും അറിയില്ലേ? നിന്നെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിക്കാൻ അച്ഛൻ വേണം. പക്ഷേ കല്യാണക്കാര്യം വന്നപ്പോൾ നീ അച്ഛനെ മറന്നുവല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്തിനോടും ദേഷ്യപ്പെടുന്നുണ്ട് അച്ചമ്മ. ഇതേ സമയം രേവതിയും ശ്രുതിയും സുധിയും ഒക്കെ വന്ന വിശേഷങ്ങളൊക്കെ അച്ചമ്മയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അച്ചമ്മ അവരോടെല്ലാം ദേഷ്യത്തിൽ തന്നെ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അധികം വൈകാതെ രവീന്ദ്രനാണെങ്കിലും നടത്തം കഴിഞ്ഞ് തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രനെ കാണുന്നതും കരച്ചിലോടുകൂടി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അച്ചമ്മ. എന്താ മോനെ നിനക്ക് പറ്റിയത്? നിനക്ക് നെഞ്ചിൽ ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് കേട്ടപ്പോൾ എൻ്റെ ജീവൻ പോകുന്നത് പോലെ തോന്നി എന്നൊക്കെ അച്ചമ്മ പറഞ്ഞിങ്ങനെ കരയുമ്പോൾ, അതൊക്കെ കഴിഞ്ഞില്ലേ അമ്മേ, എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല, അമ്മ ഇങ്ങനെ കരയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് രവീന്ദ്രൻ. പക്ഷേ വീണ്ടും വീണ്ടും ഓരോ പരിഭവങ്ങൾ പറഞ്ഞ് അച്ചമ്മ ഇങ്ങനെ കരയാൻ തുടങ്ങുകയാണ് കേട്ടോ. തുടർന്ന് എല്ലാവരും കൂടി അച്ചമ്മയെ ഒരു വിധത്തിൽ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ശേഷം അച്ചമ്മയ്ക്ക് രേവതി വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ രവിക്ക് കൊടുക്കുക, അവൻ നടന്നു വന്നതല്ലേ എന്ന് അച്ചമ്മ പറയുന്നതും രോഗ്യം കഴിഞ്ഞ് വന്ന ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല അച്ചമ്മയെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ സുധി അച്ചമ്മയ്ക്ക്. തുടർന്ന് എന്നാലും എൻ്റെ രവി, നിനക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നല്ലോ, ഇത്രയും പേർ ചുറ്റിലും ഉണ്ടായിട്ടും എന്താ ഒരു പ്രയോജനം? ഭാര്യ എന്നും പറഞ്ഞ് ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ, വെറും കളിമണ്ണാണ്, ഒരു ഗുണവും ഇല്ല. എൻ്റെ മോനെ നീ ശരിക്കും നോക്കുന്നില്ല അല്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചന്ദ്രയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അച്ചമ്മ. അച്ചമ്മ ഇങ്ങനെ വെറുതെ വിഷമിക്കേണ്ട, വയസ്സാവുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണെന്നൊക്കെ സുധി പറയുന്നതും, നീ പോടാ, ആർക്കാടാ വയസ്സായത്? ഇനിയിപ്പോൾ വയസ്സായാൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരുമെന്ന് ആരാ പറഞ്ഞത്? നീ എന്നെ ഒന്ന് നോക്ക്, എനിക്ക് ഇമ്മാതിരി അസുഖങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് അച്ചമ്മ പറയുമ്പോൾ, അധികം അഹങ്കരിക്കേണ്ട, വയസ്സായാൽ ഇതൊക്കെ വരുമെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര അവിടെ നിന്നുകൊണ്ട് പിറുപിറുക്കുമ്പോൾ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ചന്ദ്ര എന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ചമ്മ. ഇതേ സമയം വർഷ വന്നിട്ട് ശ്രീ എൻ്റെ കണ്ടീഷണർ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, മിണ്ടാതിരിക്കുക വർഷ, അച്ചമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ വർഷയ്ക്ക് അച്ചമ്മയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ശ്രീകാന്ത്. അച്ചമ്മയാണെങ്കിൽ വർഷയുടെ ആ രൂപവും വേഷവിധാനവും ഒക്കെ കണ്ട് ദേഷ്യത്തോടെ അടിമുടി നോക്കുന്നുണ്ട് കേട്ടോ വർഷയെ. രവീന്ദ്രൻ വർഷയെ അച്ചമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ, ഹായ് അച്ചമ്മയെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് വർഷ അച്ചമ്മയോട്. തുടർന്ന് വർഷയെ അടിമുടി നോക്കിക്കൊണ്ട്, ഇവളാണോ നിൻ്റെ കൂടെ ഓടിപ്പോന്ന പെണ്ണ്? എടി, അച്ഛനും അമ്മയും നിന്നെ ഇങ്ങനെയൊക്കെയാണോ വളർത്തിയിരിക്കുന്നത്? ഇങ്ങനെ ഓടിപ്പോയി കല്യാണം കഴിക്കാനാണോ നീ പഠിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, അത് പിന്നെ അച്ചമ്മയെ, ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ ഞങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ആരും സമ്മതിച്ചില്ല, അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് വർഷ. നിങ്ങളുടെ ഒളിച്ചോട്ടം കാരണം എൻ്റെ മകനാണ് കഷ്ടത്തിലായത്. മക്കളായാൽ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷമാണ് നോക്കേണ്ടത് എന്നൊക്കെ അച്ചമ്മ പറയുമ്പോൾ, പാരൻസും മക്കൾ പറയുന്നത് അനുസരിക്കേണ്ടി വരും, അവരുടെ സന്തോഷമാണ് അച്ഛനും അമ്മയും നോക്കേണ്ടത് എന്നൊക്കെ അച്ചമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വീണ്ടും വർഷ എന്തോ പറയാൻ ഒരുങ്ങുന്നതും വർഷയെ തടയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. നിൽക്കട, ഞാൻ അച്ചമ്മയോട് സംസാരിക്കട്ടെ എന്ന് വർഷ പറയുന്നതും അച്ചമ്മ ആണെങ്കിൽ വർഷയെ ഇങ്ങനെ തറപ്പിച്ചൊരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചമ്മയുടെ ആ നോട്ടം കണ്ടിട്ട് ചന്ദ്രയാണെങ്കിൽ വർഷയോടായിട്ട് പറയുന്നുണ്ട്, അച്ചമ്മ നാട്ടിൽ നിന്നും വന്നതല്ലേ ഉള്ളൂ, നമുക്ക് പിന്നീട് സംസാരിക്കാം, മോള് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വർഷയെ പറഞ്ഞയക്കാൻ നോക്കുമ്പോൾ, ശരി അച്ചമ്മയെ, ഞാൻ കുളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷ പോകുമ്പോൾ, ചന്ദ്ര, നിനക്ക് പറ്റിയ മരുമകളെ തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ചമ്മ ചന്ദ്രയോട്. ഇതേ സമയം പുറത്തു പോയ സച്ചി തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ അച്ചമ്മയെ കാണുന്നതും സന്തോഷത്തോടു കൂടി, അച്ചമ്മയെ എത്ര നാളായി കണ്ടിട്ട്, ഞാൻ അച്ചമ്മയെ ഒന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മയുടെ അടുത്തേക്ക് വരുന്ന സച്ചിയുടെ മുഖത്ത് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ചമ്മ. ഇത് കാണുന്ന എല്ലാവരും എന്താ ഇപ്പോൾ ഇവിടെ നടന്നത് എന്നുള്ള രീതിയിൽ ആകെ ഷോക്കഡ് ആവുന്നുണ്ട്. സച്ചിയാണെങ്കിലും ഞെട്ടലോടുകൂടി അച്ചമ്മയെ എന്ന് വിളിക്കുന്നതും, എന്താ അച്ചമ്മയെ കൊച്ചമ്മയെന്ന്, ഇവിടെ നടന്ന എന്തെങ്കിലും ഒരു കാര്യം നീ എന്നെ വിളിച്ചറിയിച്ചോ? നിൻ്റെ അമ്മയ്ക്ക് പോലും എന്നോടൊരു വാക്ക് പറയാൻ തോന്നിയില്ല, കാരണം ഞാൻ എൻ്റെ മകനെ പ്രസവിച്ച് അവൾക്ക് ദാനം കൊടുത്തിരിക്കുകയല്ലേ. എൻ്റെ മോന് ഇത്രയും വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നീ പോലും എന്നോടത് പറഞ്ഞില്ലല്ലോ. അച്ചമ്മയെന്ന് വിളിച്ച് എൻ്റെ പിന്നാലെ നടന്നിരുന്നവനല്ലേ നീ? നല്ല കാര്യം, രേവതി മോൾക്കെങ്കിലും എന്നോടെല്ലാം പറയാൻ തോന്നിയല്ലോ എന്ന് അച്ചമ്മ പറയുമ്പോൾ സച്ചി അടക്കം എല്ലാവരും രേവതിയെ തറപ്പിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന അച്ചമ്മയാണെങ്കിൽ, നീ എന്തിനാണ് അവളെ നോക്കുന്നത്? അവളെ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞതുകൊണ്ടാണോ? അവൾ എന്തിനാ എന്നോട് എല്ലാം മറയ്ക്കുന്നത്? കുറച്ച് വൈകിയാലും എൻ്റെ മോൾ എന്നെ കാര്യങ്ങൾ അറിയിച്ചല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ചമ്മ. തുടർന്ന്, നീ ഇക്കാര്യം എന്നോട് മറച്ചു വയ്ക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല.
ഒന്നുമില്ലെങ്കിലും നിന്നെ വളർത്തിയത് ഞാനല്ലേ, നീ ഇനി അച്ചമ്മയെന്ന് എന്നെ വിളിച്ചുകൊണ്ട് വാ, എനിക്കിനി നിന്നെ കാണണ്ട, സംസാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ദേഷ്യം കാണിക്കുമ്പോൾ സച്ചിയോട് അവിടെ നിന്ന് പോകാൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ. ശേഷം വിഷമത്തോടെ റൂമിലേക്ക് പോകുന്ന സച്ചിയെ കണ്ട് ആശ്വസിപ്പിക്കാൻ എന്നോണം രേവതിയും സച്ചിയുടെ പുറകെ പോകുന്നുണ്ട്. സച്ചിയാണെങ്കിൽ രേവതി വരുന്നത് കാണുന്നുണ്ടെങ്കിലും അച്ചമ്മയോട് എല്ലാം പറഞ്ഞല്ലോ എന്നുള്ള ഒരു ദേഷ്യത്തിലാണ് കേട്ടോ രേവതിയോട് സച്ചി. ഭക്ഷണം എടുത്തു തരട്ടെ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടുന്നില്ല സച്ചി. എന്താ ഒന്നും മിണ്ടാത്തെന്ന് രേവതി ചോദിക്കുമ്പോൾ, നിന്നോട് ആരാ ഇക്കാര്യം അച്ചമ്മയെ അറിയിക്കാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലേ, അപ്പോഴേക്കും വിളിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നല്ലേ, നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമെന്ന് ചോദിച്ച് ഒരു തോർത്തെടുത്ത് രേവതിയുടെ വായ മൂടി കെട്ടുന്നുണ്ട് കേട്ടോ സച്ചി. തുടർന്ന് രേവതിയുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട്, ഇനി നീ എപ്പോഴും ഇങ്ങനെ തന്നെ നിന്നാൽ മതി, നിന്റെ വായിൽ നിന്നും വേണ്ടാത്ത ഒരു വാക്ക് പോലും വീണ് പോകരുതെന്നൊക്കെ സച്ചി പറയുമ്പോൾ സച്ചിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് വായിലേക്ക് ഇട്ട് അഴിക്കുന്നുണ്ട് കേട്ടോ രേവതി. തുടർന്ന് സച്ചിയേട്ടൻ എന്ത് പണിയായി കാണിക്കുന്നത്? എൻ്റെ വായ മൂടിക്കെട്ടാനും മാത്രം ഞാനിപ്പോൾ ഇവിടെ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, അച്ഛൻ പറഞ്ഞതല്ലേ അച്ചമ്മയെ ഒന്നും അറിയിക്കരുതെന്ന്, എന്നിട്ട് അതൊന്നും കേൾക്കാതെ എല്ലാം അച്ചമ്മയെ വിളിച്ച് അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, എന്നോട് വരെ ദേഷ്യത്തിലാണ് അച്ചമ്മ. ഇതുവരെ അച്ചമ്മ എന്നെ ഒന്ന് നുള്ളി നോവിച്ചിട്ട് കൂടി ചെയ്തിട്ടില്ല. അച്ചമ്മ എന്നെ ഇന്ന് അടിച്ചു, എന്ത് വേദന ഉണ്ടെന്നറിയോ എന്നൊക്കെ സച്ചി പറയുമ്പോൾ, പിന്നെ ഒരടി കിട്ടി എന്ന് കരുതി വേദനിക്കില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി. അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിയാണെങ്കിൽ, അടി കിട്ടിയാൽ വേദനിക്കുമോ ഇല്ലയോ എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ അടിക്കാൻ തുടങ്ങുന്നതും, അയ്യോ അച്ചമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഓടാൻ ഒടുങ്ങുന്ന രേവതി അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ സച്ചി. ശേഷം അവിടെ നിൽക്കുന്ന, എന്തിനാ അച്ചമ്മയോട് ശ്രീകാന്തിൻ്റെ കല്യാണം കഴിഞ്ഞത് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പറഞ്ഞില്ലെങ്കിൽ അച്ചമ്മ ആകെ അപമാനിക്കപ്പെട്ട് നിൽക്കേണ്ടി വന്നേനെ എന്നൊക്കെ രേവതി പറയുമ്പോൾ, അതെങ്ങനെയെന്ന് ചോദിക്കുന്ന സച്ചിയോട്, ശ്രീകാന്തിന് ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടെന്നും ആ പെണ്ണിൻ്റെ അച്ഛനെയും അമ്മയെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പോവാണെന്നും അച്ചമ്മ പറഞ്ഞു. അങ്ങനെ വന്നിരുന്നെങ്കിൽ അവരുടെയൊക്കെ മുൻപിൽ അച്ചമ്മയല്ലേ അപമാനിക്കപ്പെട്ട് നിൽക്കേണ്ടി വരിക, അതുകൊണ്ടാണ് ഞാൻ എല്ലാം പറഞ്ഞതെന്നൊക്കെ രേവതി പറയുമ്പോൾ, നിനക്ക് പിന്നെ എല്ലാത്തിനും ഒരു ന്യായം ഉണ്ടാകുമല്ലോ എന്ന് സച്ചി പറയുന്നതും, അപ്പോൾ ഞാൻ ചെയ്തത് അന്യായമാണെന്ന് സച്ചിയേട്ടന് തോന്നുന്നുണ്ടോ എന്ന് രേവതി ചോദിക്കുമ്പോൾ, ചെയ്തതൊക്കെ ശരിയാ, പക്ഷെ അച്ചമ്മ എന്നോടിപ്പോൾ ദേഷ്യത്തിലാണല്ലോ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് സച്ചി പറയുമ്പോൾ, ഇവിടുത്തെ സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ നേരത്തെ തന്നെ സച്ചിയേട്ടന് അറിയാമായിരുന്നല്ലോ. അച്ചമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് പുറകെ നടക്കുന്നതല്ലേ, അച്ചമ്മയ്ക്ക് എന്തെങ്കിലും ഒരു മര്യാദ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ, ഞാനാണോ അച്ചമ്മയ്ക്ക് മര്യാദ കൊടുക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി. പ്രശ്നം നടന്നിട്ട് ഇത്ര നാൾ കഴിഞ്ഞില്ലേ, ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും അച്ചമ്മയെ വിളിച്ച് കാര്യം അറിയിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് രേവതി പറയുമ്പോൾ, അച്ഛൻ അറിയിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ എങ്ങനെയാണ് രേവതി അറിയിക്കുക എന്നൊക്കെ സച്ചി തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി രേവതിയോട്. എന്ന് വെച്ച് എത്ര നാൾ ഇത് മറച്ചു വെക്കാമെന്ന് കരുതിയിരുന്നത്? അച്ചമ്മ എൻ്റെ ജീവനാണെന്നാണല്ലോ സച്ചിയേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്. നമ്മളൊരിക്കലും ആരോടും കള്ളം പറയരുത്, എനിക്ക് ആരോടും കള്ളം പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാ സത്യവും പറഞ്ഞതെന്നൊക്കെ രേവതി പറയുന്നുണ്ട് കേട്ടോ സച്ചിയോട്. ഇതുവരെ അച്ചമ്മ എന്നോട് ഇങ്ങനെ സംസാരിക്കരുതിരുന്നിട്ടില്ല രേവതി, അതിലാണ് എനിക്ക് വിഷമം. അച്ചമ്മയ്ക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശി തന്നെയാണ്, ഞാനും ദേഷ്യത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. തുടർന്ന് രേവതി സച്ചിയെ ഭക്ഷണം കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും പുറത്തേക്ക് വരില്ല എന്നുള്ള വാശിയിൽ റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ സച്ചി. രേവതിയാണെങ്കിൽ റൂമിന് പുറത്ത് വരുന്ന സമയത്ത് എല്ലാവരും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കുളി കഴിഞ്ഞ് വന്ന വർഷയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ചമ്മ. തുടർന്ന് വർഷയ്ക്കും താൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് ശ്രീകാന്തിനും ഒക്കെ അച്ചമ്മ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരെയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അച്ചമ്മ. തുടർന്ന് താൻ കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ രേവതിയോട് സച്ചിയെ വിളിച്ചുകൊണ്ട് വരാൻ അച്ചമ്മ പറയുന്നുണ്ട്. അങ്ങനെ രേവതി സച്ചിയെ വിളിക്കാനായിട്ട് വരുമ്പോൾ സച്ചിയാണെങ്കിൽ യാതൊരു കൂസലും കൂടാതെ പാട്ടും പാടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അച്ചമ്മ വിളിക്കുന്നു എന്ന് രേവതി വന്ന് പറയുമ്പോൾ, ഞാൻ വരില്ല എന്ന് അച്ചമ്മയോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പിണക്കം ഭാവിച്ച് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ സച്ചി. ഇതേ സമയം തന്നെ സച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ലൊരു പലഹാരത്തിൻ്റെ മണമൊക്കെ റൂമിലേക്ക് അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ സച്ചിയാണെങ്കിൽ ആ മണം ആസ്വദിച്ചുകൊണ്ട് റൂമിൽ നിന്ന് എത്തി നോക്കുന്ന സമയത്ത് അച്ചമ്മയാണെങ്കിൽ അത് എല്ലാവർക്കും വിതരണം ചെയ്യുന്നതൊക്കെ സച്ചി അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇനിയും റൂമിൽ തന്നെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കുന്ന സച്ചി പിണക്കം എല്ലാം മറന്ന് അച്ചമ്മയെന്ന് വിളിച്ചുകൊണ്ട് അച്ചമ്മയുടെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. വേഗം തന്നെ അച്ചമ്മയുടെ കയ്യിലിരിക്കുന്ന ആ പലഹാരത്തിൻ്റെ പാത്രം പിടിച്ചു വാങ്ങിയിട്ട് ആ പലഹാരം മുഴുവൻ വായ്ക്കകത്താക്കുന്നുണ്ട് കേട്ടോ സച്ചി.
ഇതേ സമയം പിണക്കം മറന്ന് സച്ചി അച്ചമ്മയെ നോക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരുടെയും പിണക്കം മാറിയതിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ രേവതിക്ക്.